Hello guys, welcome back to my channel. 24 hours only yellow food eating challenge ആണ്. യെല്ലോ ഡ്രസ്സൊക്കെ ഇട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ കാണുമ്പോൾ വേറെ ഏതോ കളർ പോലെയൊക്കെ ഇരിക്കും, പക്ഷെ വെള്ളയാണ് ഗൈസ്. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് ടൈം 9:22 ആയിട്ടുണ്ട്, രാവിലെ 9:22. അപ്പോൾ നമ്മുടെ രാവിലത്തെ ഫുഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ് രാവിലെ മഞ്ഞ അപ്പവും പിന്നെ ജ്യൂസുമാണ്, മാംഗോ ജ്യൂസ്. അപ്പോൾ നമുക്ക് രാവിലത്തെ മഞ്ഞ അപ്പവും ജ്യൂസും കാണണ്ടേ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാണ് രാവിലത്തെ പ്ലാൻ. ഉച്ചയ്ക്ക് വൈകുന്നേരമുള്ള പ്ലാൻ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നമുക്ക് എന്തായാലും ആലോചിച്ചിട്ട് കണ്ടുപിടിക്കാം. പിന്നെ അപ്പോൾ രാവിലത്തെ ഇതാണ് പ്ലാൻ. പെട്ടെന്ന് എടുത്തൊരു ചാലഞ്ചാണ് കേസ്. 24 hours മഞ്ഞ കളർ ഫുഡ് കഴിച്ച് എന്തിനാവും ദൈവത്തിന് തന്നെ അറിയാം. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. മഞ്ഞ അപ്പം കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മുടെ അപ്പം എത്തിയിട്ടുണ്ട്, നല്ല മഞ്ഞ അപ്പമാണ് ഗൈസ്, മഞ്ഞ കളറിലുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം മാത്രമല്ല നമ്മൾക്ക് ജ്യൂസും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ജ്യൂസും കൂടി കാണിച്ചു തരാം. മാസയുടെ ജ്യൂസാണ് ഗൈസ്. അയ്യോ, ജ്യൂസൊന്നുമില്ലേ? ഓ ഗൈസ്, ഞാൻ കുടിച്ച് തീർത്ത് ഗൈസ് കുറേ. പോയപ്പോൾ നമുക്ക് ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കഴിച്ച് നോക്കിയിട്ട് പറയാം അപ്പം എങ്ങനെ ഉണ്ടെന്ന്. எண்ணமே ஏன் உன்னால உள்ள பூந்தது தன்னால, கண்ணமே என் கண்ணால வெந்து செவந்து புண்ணாக ஏதோ நானும் ஒளர கொஞ்சம் காதல். ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. എല്ലാ ഫുഡ് ഈറ്റിംഗ് ചാലഞ്ച് എൻ്റെ മോർണിംഗ് സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മണി 9:38 ഗൈസ്. അപ്പോൾ നമ്മൾ മോർണിംഗ് സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം ബ്ലൂവും പിന്നെ ഗ്രീനൊക്കെ സെലക്ട് ചെയ്യണം, വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ബ്ലൂ ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ ഏത് കളറാണ് ഗൈസ് കഴിക്കാൻ ഫുഡൊന്നും, ഏത് കളറൊന്നും ഒരു അങ്ങനെ ബ്ലൂ കളറിലുള്ള വലിയ ഫുഡൊന്നും ഇല്ല. ഞാൻ പിന്നെ ബ്ലൂബെറി കേക്കൊക്കെ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ രാവിലെ കേക്കൊക്കെ കഴിച്ച് എന്തിനാവും ദൈവത്തിന് തന്നെ അറിയാം ഗൈസ്. പക്ഷേ ഗൈസ് എന്തും കൊണ്ട് യെല്ലോ നമ്മളെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ കളറാണ് യെല്ലോ. കാരണം നമ്മളെ യെല്ലോ ഒരുപാട് ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കരിഞ്ഞ ഇലകൾ, കരിയാൻ പോയി വാടി വരുന്ന ഇലകളുടെ കളർ മഞ്ഞയാണ്. പിന്നെ ചില വ്യത്യസ്തമായ കിളികളുടെ കളർ യെല്ലോ ആണ്. പിന്നെ നമ്മുടെ റെയിൻബോയുടെ 5ാമത്തെ കളർ യെല്ലോ അല്ലേ? അല്ല, 5ാമത്തെ അല്ലല്ലോ, 3ാമത്തെ കളർ യെല്ലോ ആണ്. അതൊക്കെ വെച്ച് നോക്കിയാൽ യെല്ലോ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഗൈസ് പല കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പല സാധനങ്ങളും യെല്ലോ കളറിൽ തയ്യാറാക്കാറുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ യെല്ലോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക, എനിക്ക് നീല കളറാണ് ഇഷ്ടം. പക്ഷെ നീല വെച്ച് അധികം ഫുഡ്, നീല പച്ച പിന്നെ ബ്ലാക്ക് ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. പിന്നെ റെഡ് വെച്ചിട്ടും ഉണ്ട്, ഒരുപാട് ഫുഡ് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. പിന്നെ ഫുഡ് കളർ ആഡ് ചെയ്യേണ്ടി വരും അങ്ങനെയാണെങ്കിൽ. അതിനെക്കാളും മഞ്ഞ എനിക്ക് തോന്നുന്നു നല്ലതാണെന്ന് തോന്നുന്നു. അപ്പോൾ രാവിലെ നമ്മൾ കഴിച്ച മഞ്ഞ അപ്പവും മഞ്ഞ ജ്യൂസുമാണ്. സോ യെല്ലോ അപ്പവും യെല്ലോ ജ്യൂസുമാണ്. അപ്പോൾ നമ്മൾ ഇനി ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്ന മാഗിയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് എന്തായാലും ആ സമയത്ത് കാണാം. അതുപോലെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഉച്ചയായിട്ടുണ്ട്, ഇപ്പോൾ സമയം 2:30 ആയിട്ടുണ്ട് കഴിയുമ്പോൾ. ഇപ്പോൾ ടൈം കറക്റ്റ് പറഞ്ഞാൽ 2:30 മണിയാണ്. അപ്പോൾ നമ്മളിന്ന് ചെയ്തിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തെറ്റിപ്പോയി, ചെയ്തിട്ടുള്ള വീഡിയോ അല്ല, ചെയ്തിട്ടുള്ള സാധനം എന്തെന്ന് പറഞ്ഞാൽ ജ്യൂസ് രാവിലെ കഴിച്ച് തീർന്നു പോയി ഗൈസ്. അപ്പം കഴിച്ചപ്പോൾ കുടിച്ചപ്പോൾ പുതിയ കുപ്പി വീണ്ടും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം, നോക്കിക്കോ. മഞ്ഞ കളർ മാഗിയും, അതായത് മാഗി മഞ്ഞ കളറാണല്ലോ. അപ്പോൾ മാഗിയും പിന്നെ മാസയാണ് പുതിയ കുപ്പി. അപ്പോൾ നമ്മൾ മാഗി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഞാൻ എൻ്റെ കൈ കൊണ്ട് നാച്ചുറലി ഹാൻഡ് മെയ്ഡ് സാധനമാണ് ഗൈസ്, മൈ ഹാൻഡ്. അപ്പോൾ നമ്മൾ ഇത് കഴിച്ചു നോക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കഴിക്കണ കാണാം. മാഗി ഇതാ ഇവിടെ റെഡിയാണ്, നമുക്ക് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. கொஞ்சம் காதல் வளர உள்ள வெக்கம் வளர அவ வந்தா தேடியே தன்ன நேரம் நிற்குது
ഗൈസ് കഴിച്ചിട്ട് വരാം. ആരും പോകാൻ പറ്റേ. നമ്മൾ ഉച്ചത്തേക്കുള്ള ഫുഡ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു, വയറൊക്കെ വീത്തിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഈവനിങ് സ്നാക്സ് ആണ്. സ്നാക്സ് ഞാൻ വല്ല ലേസോ മഞ്ഞ ലേസോ അല്ലെങ്കിൽ ബിസ്ക്കറ്റ് 50-50 മഞ്ഞ ബിസ്ക്കറ്റ്, അങ്ങനെ ഒരുപാട് സ്നാക്സ് ഒരുപാടുണ്ട്. എനിക്ക് വൈകുന്നേരം അങ്ങനെ ഞാൻ വലുതായിട്ടൊന്നും കഴിക്കാറില്ല, അതുകൊണ്ട് ലേസായിരിക്കും മിക്കവാറും ഞാൻ വാങ്ങിക്കാൻ പോണത്. അത് കഴിഞ്ഞ് നമ്മളെ വീഡിയോ വൈകുന്നേരത്തെ ഭക്ഷണം കഴിഞ്ഞ് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. ചിലപ്പോഴേ രാത്രിത്തേക്കുള്ള ഭക്ഷണം കാണും. 24 hours ആണെന്ന് എനിക്കറിയാം. ബട്ട് രാത്രിത്തേക്ക് ഭക്ഷണം എവിടെയൊക്കെ നോക്കിയിട്ട് കിട്ടേണ്ട കേസ്, അഥവാ കിട്ടുകയാണെങ്കിൽ രാത്രിയിലത്തെ ഭക്ഷണം കാണും, ഇല്ലെങ്കിൽ വൈകുന്നേരത്തെ സ്നാക്സും കൂടി വെച്ച് നിർത്തുന്നതായിരിക്കും. അപ്പോൾ വൈകുന്നേരത്തെ ഭക്ഷണത്തിൽ കാണാം. അതൊരു വെയിറ്റ്. ഈവനിങ് ആയിട്ടുണ്ട്. ഈവനിങ് 5:30 PM, കറക്റ്റ് 5:30 PM ആണ്. ഇപ്പോൾ 5:31 ആയിട്ടുണ്ട്. സോ നമ്മളിന്ന് ഈവനിങ് ഫുഡാണ് കഴിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ലേസും ഫ്രൂട്ടിയും തന്നെയാണ്. വേറെ ഈവനിങ്ങിന് ഞാൻ സ്നാക്സ് കഴിക്കാറേ ഇല്ല. കഴിക്കണമെങ്കിൽ ഒരു ടീയോ കോഫിയോ കുടിക്കാറേ ഉള്ളൂ, അല്ല വേറെ സ്നാക്സ്. പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ലേസും ജ്യൂസും കുടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈവനിങ് ഫുഡിലേക്ക് കിടക്കാം. ലേസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇതാണ്. ബാക്കി നമ്മളെ ജ്യൂസും ഉണ്ട്, നൂഡിൽസിൻ്റെ കൂടെ കഴിച്ച ബാക്കി ജ്യൂസും ഉണ്ട്. അപ്പോൾ നമ്മൾ ലേസ് അൺബോക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലേസ് ആർക്ക് അറിഞ്ഞിടത്തായിരിക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഫ്ലേവർ ഓറഞ്ചും ഗ്രീനും ആണ്. രണ്ടും എനിക്ക് ഒരുപോലെ ഫേവറേറ്റ് ആണ്. മഞ്ഞ ഞാൻ അങ്ങനെ കഴിക്കാറില്ല, ബട്ട് നമ്മൾ ഹെൽത്തി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല മഞ്ഞയാണ്. പിന്നെ ലേസിൻ്റെ കാര്യം അറിയാം. ഈ പല്ല് വെച്ച് പൊട്ടിച്ച ശീലം. മണമുണ്ട്. ഭയങ്കര ഉപ്പ്, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പ് അല്പം. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് സ്നാക്സ് സത്യം പറയാതെ ലേസും ഈ വെള്ളം കുടിച്ചപ്പോൾ തന്നെ വയറ് വീത്ത് തീർന്നിട്ടില്ല. സത്യം പറയാം, സ്നാക്സ് ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ അധികം സത്യം പറഞ്ഞാൽ സ്നാക്സ് കഴിക്കാറ് പോലും ഇല്ല. പിന്നെ വീഡിയോയ്ക്ക് ആയിട്ട് കഴിച്ചതേ ഉള്ളൂ. രാത്രിയത്തെ ഫുഡില്ല. രാത്രി എനിക്ക് എന്താണ് ഫുഡ് ഇടേണ്ടതെന്ന് അറിയില്ല. 24 hours ആയിട്ടില്ല ഈ ചാലഞ്ച്. ഞാൻ മാക്സിമം ചെയ്തു. വൈകുന്നേരം വരെ ഞാൻ പിടിച്ചു. സോ ഇവിടെ വച്ച് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. കുറുമ വ്ളോഗ്സ് ഫ്രം മീ അഭിനവ്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും പ്ലീസ് ദയവ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും വീഡിയോ കാണുന്നില്ല, ആരും സബ്സ്ക്രൈബ് ചെയ്യുന്ന നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഗൈസ് നമുക്ക് ഇനി അങ്ങോട്ട് വീഡിയോ ഇടാൻ തോന്നുകയുള്ളൂ. അപ്പോൾ എല്ലാവരും പ്ലീസ് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇനി ഇങ്ങനത്തെ ചാലഞ്ച് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് നിങ്ങൾ കമൻറ്റ് ഇടാവുന്നതാണ്. ഉറപ്പായും നിങ്ങൾ പറയുന്ന കമൻറ്റ് നമ്മൾ സ്വീകരിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. നല്ല നല്ല ചാലഞ്ച് വീഡിയോസ് എന്ന് പറഞ്ഞ് കമൻറ്റ് ഇടുക. നിങ്ങളെ ഒപ്പീനിയൻ എന്തായാലും നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോ നമ്മൾ രാത്രിത്തെ ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റില്ല. സോ എന്തായാലും കുഴപ്പമില്ല. നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ അഭി ഫ്രം കുറും വ്ളോഗ്സ്. ടാറ്റ, സീ യു. അടുത്ത വീഡിയോ കാണാം. അതുവരെ കാത്തിരിക്കൂ.